ഹായ് ഗായ്സ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് 9ാം ക്ലാസ്സിൽ വെച്ചാൽ. ഒട്ടും ബേസിക് ഇല്ലായിരുന്നു എനിക്ക്. പക്ഷെ ഓക്കെ, ഞാൻ ലേൺ ചെയ്യാന്ന് പറഞ്ഞു ഒരു ചെയർ എടുത്തിരുന്ന് അങ്ങനെ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു. അത് കഴിഞ്ഞ് ഐ ബിക്കം മോർ പാഷനേറ്റ്, ഐ ബിക്കം മോർ അറ്റാച്ച്ഡ് ടു എ ലാംഗ്വേജ് കോൾഡ് ഇംഗ്ലീഷ്. അങ്ങനെ ഇംഗ്ലീഷിനോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നി. അങ്ങനെ ഒരു നോട്ട്സ് ഉണ്ടാക്കും, ഡെയിലി എണീറ്റ് നോട്ട്സ് ഉണ്ടാക്കും. ഐ ട്രൈ ടു ഇമിറ്റേറ്റ് ദ പീപ്പിൾ. ഞാൻ കുറച്ചും കൂടി ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോയി. പിന്നെ ഐ സ്റ്റാർട്ട് ടു സ്പീക്ക് വിത്ത് മൈസെൽഫ്. ഞാൻ രാവിലെ എണീറ്റ് മിററിൻ്റെ അടുത്ത് പോയി ഐ ഡു ടോക്ക് അബൌട്ട് മൈ ഫീലിങ്സ് ഇൻ ഇംഗ്ലീഷ്. കുറേ മിസ്റ്റേക്ക് എല്ലാം ഉണ്ടാക്കും, എന്നാൽ പോലും ഐ ഡു ആക്സെപ്റ്റ് മൈസെൽഫ് ബിക്കോസ് ദാറ്റ് ഫ്ലോസ്, ആ ഫ്ലോസിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിസ്റ്റേക്ക് എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ടോക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ വിചാരിച്ചു ഓക്കെ, നമ്മൾ കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആവണം. അതായത് നമ്മളോട് തന്നെ സംസാരിച്ച ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇത്ര മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്ററിനോട്, എൻ്റെ സറൗണ്ടിങ്സിനോടെല്ലാം സംസാരിക്കാൻ തുടങ്ങി. ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാകും. ആൾക്കാരെല്ലാം ജഡ്ജ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഓക്കെ, യുവർ ആക്സൻ ഈസ് ഡിഫറെൻറ്റ്, ദ വേ യു സ്പീക്ക് ഈസ് ദിസ് ദാറ്റ്, അങ്ങനെയുള്ള കോമൻസ് എല്ലാം കേൾക്കും. പക്ഷെ ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഐ ഡിഡ്ന്റ് കെയർ ബിക്കോസ് ഐ ആം ദ വൺ ഹൂ ഈസ് ലേണിംഗ് ഹിയർ. ഞാനാണ് ഇവിടെ പഠിക്കുന്നത്, ഞാനാണ് ഇവിടെ എഫേർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ കെയർ ചെയ്തില്ല. സംടൈംസ് ഇറ്റ് ഹേർട്സ് ബട്ട് ഐ ലെറ്റ് ദാറ്റ് ഗോ. ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കളയും. എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീറ്റ് ഒരു വോയിസ് ഇടും. ഓക്കെ, ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു വോയിസ് എനിക്ക് തന്നെ ഞാൻ സെൻഡ് ചെയ്യും. അങ്ങനെ ഒരു 50 days ഇങ്ങനെ സെൻഡ് ചെയ്താകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് അറിയാൻ പറ്റും.